നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാൽപ്പാറ മുഡിസ് ബസാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം 3 കടകൾ തകർത്തു. കണ്ണൻ, മണിവർണ്ണൻ എന്നിവരുടെ പലചരക്ക് കടകളാണ് കാട്ടാന തകർത്തത്. 13ഓളം കാട്ടാനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. മാനാമംഗലം കട്ടിങ്ങിൽ ടയർ കമ്പനിയിൽ വൻ അഗ്നിബാധ, ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. പുത്തൂർ കൈനൂർ സ്വദേശി പുഷ്കരന്റെ ഉടമസ്ഥതയിലുള്ള ടെക്സ് 1 ടയർ കമ്പനിയിലാണ് അഗ്നിബാധയുണ്ടായത്. ദേശീയപാത ചാലക്കുടിയിൽ വൻ ഗതാഗത കുരുക്ക്. സർവീസ് റോഡിനെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന സൌത്ത് ജംഗ്ഷന്റെ മേൽപ്പാലം ഭാഗത്താണ് വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടത്. റോഡുകളിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ തുടരുന്നു. ബസ്സുകളുടെ അമിതവേഗവും നിയമലംഘനവും നിയന്ത്രിക്കാനാവാതെ അധികൃതർ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ബസ്സിൽ കയറുന്നതിനിടെ വീണ് ബസിന്റെ ചക്രം കാലിൽ കയറി യുവാവിന് പരിക്കേറ്റു. ആറ്റൂർ സ്വദേശി ഒട്ടുപാറയ്ക്കൽ വീട്ടിൽ മുൻസിൽ റഹ്മാനെ ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിൽ കയറുന്നതിനിടെ കാലുമടങ്ങി വീണാണ് അപകടം. കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ ഉമാ തോമസ് MLA വെന്റിലേറ്ററിൽ തുടരുമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. MLA അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ. നിക്ഷേപകരെ വഞ്ചിച്ച് നിക്ഷേപ സംഖ്യയും പലിശയും തിരികെ നൽകാതെ ഭരണസമിതി കൊള്ളയടിക്കുന്നുവെന്ന് ആരോപിച്ച് BJP ജില്ലാ സഹകരണ സെല്ലിന്റെ നേതൃത്വത്തിൽ പുത്തൂർ സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോട്ടപ്പുറം റെയിൽവേ ഗേറ്റിന് സമീപം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിട്ടും നീക്കം ചെയ്യാൻ നടപടിയെടുക്കാതെ അധികൃതർ. തൃശൂർ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയർ M. വിജയൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ഉച്ചതിരിഞ്ഞ് 2-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ പൂങ്കുന്നത്തെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. കോഴിക്കട സ്റ്റാർ നഗറിന് പടിഞ്ഞാറ് അവണിപ്പിള്ള വീട്ടിൽ 76 വയസ്സുള്ള സുബ്രഹ്മണ്യനാണ് മരിച്ചത്. കടവല്ലൂർ കോട്ടൂൽ കുന്നിൽ നിന്നും ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മണ്ണെടുക്കാനെത്തിയ ടോറസ് ലോറി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. അമിത ലോഡ് കയറ്റി പോകുന്നു എന്നാരോപിച്ചാണ് വാഹനം തടഞ്ഞത്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി വാഹനം കസ്റ്റഡിയിലെടുത്തു. രാജ്യത്തിന്റെ 76ാം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ തയ്യാറെടുത്ത് സെന്റ് തോമസ് കോളേജ് NCC യൂണിറ്റിലെ അംഗങ്ങൾ. അണ്ടർ ഓഫീസർ PS ഐശ്വര്യയെയും ലാൻസ് കോർപ്പറൽ ജസ്വൽ മേജോയെയുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. സംവിധായകൻ കമലിനെതിരെ BJP ഇരിങ്ങാലക്കുട DYSPക്ക് പരാതി നൽകി. കൊടുങ്ങല്ലൂർ താലപ്പൊലിയെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ചാണ് BJP മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട പോലീസിൽ പരാതി നൽകിയത്. ഈ വർഷത്തെ ഹാർമണി അന്തർദേശീയ അവാർഡിന് ഗാനരചയിതാവും കവിയുമായ റഫീഖ് അഹമ്മദ് അർഹനായി. 50,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ജനുവരി 12-ന് കൊടുങ്ങല്ലൂർ അഴീക്കോട് മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. സൈമൺ ബ്രിട്ടോ സ്മാരക സമിതിയും KA മാധവൻ സ്മാരക വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൈമൺ ബ്രിട്ടോ അനുസ്മരണവും പുരസ്കാര വിതരണവും നടന്നു. തെക്കേ അഞ്ചേരിയിൽ നടന്ന ചടങ്ങ് സൈമൺ ബ്രിട്ടോയുടെ സഹധർമ്മിണി സീന ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കുട്ടനല്ലൂർ യൂണിറ്റ് സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പ്രതീക്ഷ മനോജ് അധ്യക്ഷത വഹിച്ചു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് അധ്യക്ഷത വഹിച്ചു. മാള ഫെറോന KCBC മദ്യവിരുദ്ധ സമിതി യോഗം മാളവന സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിൽ നടന്നു. വികാരി ഫാദർ ജെയിംസ് അന്തിയുന്തൻ ഉദ്ഘാടനം ചെയ്തു. വെടിക്കെട്ട് നിയന്ത്രണം നീക്കണമെന്ന ആവശ്യവുമായി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഗസറ്റിലെ വിജ്ഞാപനം റദ്ദാക്കണമെന്ന് ദേവസ്വങ്ങൾ ആവശ്യപ്പെട്ടു. ചെറുതുരുത്തി പുതുശ്ശേരിയിൽ നിലമ്പൂർ സ്വദേശിയെ കൊലപ്പെടുത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ ജനകീയ കൂട്ടായ്മ ആദരിച്ചു. ചെറുതുരുത്തി CI അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തെയാണ് ആദരിച്ചത്.
ശ്രീനാരായണപുരത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായി. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്ത് കമ്മിറ്റി നടപടിയെടുത്തതായി പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ പറഞ്ഞു. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ ദേശീയപാതയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ ബ്രിജേഷ്, യാത്രക്കാരൻ സുജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. കയ്പമംഗലം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ആശ്രയ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു. വിഘ്നരാജൻ പുത്തൂർ ആശ്രയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ SK ശരത് നിർവഹിച്ചു. കലാമണ്ഡലം നിള ക്യാമ്പസിൽ ചൊവ്വാഴ്ച 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിക്കും. ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ ജനുവരി 1 പുലർച്ചെ 1 മണി വരെ സാംസ്കാരിക സായാഹ്നം അരങ്ങേറും. ധ്രുവ മ്യൂസിക്കിന്റെ അവാർഡ് സെലിബ്രേഷൻ MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. സർട്ടിഫിക്കറ്റ് വിതരണം നാട്ടിക മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ നിർവഹിച്ചു. കയ്പമംഗലം പഞ്ചായത്തിലെ തകർന്നടിഞ്ഞ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് CPM കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM നാട്ടിക ഏരിയ ആക്ടിംഗ് സെക്രട്ടറി VK ജ്യോതിപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ ഗ്രാമീണ നാടകവേദി സംഘടിപ്പിക്കുന്ന അഖില കേരള നാടകോത്സവത്തിൽ 4ാം ദിവസം 2 നാടകങ്ങൾ അരങ്ങേറി. ശങ്കർ വെങ്കടേശ്വരന്റെ സംവിധാനത്തിൽ അട്ടപ്പാടി തിയേറ്റർ റൂട്ട്സ് ആൻഡ് വിങ്സിന്റെ ഷാജി ഊരാളി മിന്നുന്നതെല്ലാം എന്ന സോളോ നാടകം അവതരിപ്പിച്ചു. ഒല്ലൂർ ESI ആശുപത്രിക്ക് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. വരന്തരപ്പള്ളി സ്വദേശികളായ ഷിജി ഷാജു, അർജുൻ, ദുർഗപ്രസാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പ്രതിഭ MLAക്ക് പിന്തുണയുമായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. പ്രതിഭയ്ക്കെതിരായ സൈബർ ആക്രമണം ജുഗുപ്സാവഹമെന്ന് ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. താന്യം പഞ്ചായത്ത് 5ാം വാർഡിൽ ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി 2025 കലണ്ടർ പുറത്തിറക്കി. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ആദ്യ കോപ്പി ജോഷി കോഴിപ്പറമ്പിലിന് നൽകി പ്രകാശനം ചെയ്തു. അവണിശ്ശേരി ഫെസ്റ്റ് മുല്ലനേഴി അഖില കേരള നാടകോത്സവം 8ാം ദിനം നാടക സംവിധായകൻ ശശീന്ദ്രൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി ജനകീയ വികസന സമിതി കൺവീനർ ശൈലേഷ് കുമാർ വള്ളിശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻകാല പത്രമാധ്യമ ഫോട്ടോഗ്രാഫറും ചിത്രകാരനുമായ KK രവീന്ദ്രന്റെ ചിത്രപ്രദർശനം വർണ്ണക്കാഴ്ച ജനുവരി 2 മുതൽ 6 വരെ തൃശൂരിൽ നടക്കും. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന പ്രദർശനത്തിൽ 50 ചിത്രങ്ങളാണുള്ളത്. 3 നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യും. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുമെന്ന് ടോൾ കമ്പനി. ജനുവരി 6 മുതൽ ടോൾ പിരിക്കുമെന്നും ഇനിയും സൗജന്യം തുടരാനാവില്ലെന്നും ടോൾ കമ്പനി. സ്വതന്ത്ര ഓട്ടോ തൊഴിലാളി യൂണിയൻ വാടാനപ്പള്ളി മേഖലാ സമ്മേളനം നടന്നു. സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷിക ആഘോഷം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് NK രതി മോഹൻ അധ്യക്ഷത വഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി വികസന പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷ വാർഡുകളെ അവഗണിക്കുകയാണെന്ന് ആരോപിച്ച് BJP മെമ്പർമാർ പ്രസിഡന്റിന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. MP ധനീഷ്, അഭിലാഷ് കടങ്ങോട് എന്നിവരാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. വടക്കാഞ്ചേരി പനങ്ങാട്ടുകര ശ്രീ ഭഗവതി കാർത്തിയായനി ക്ഷേത്രത്തിൽ തായമ്പക അരങ്ങേറ്റം നടന്നു. കലാമണ്ഡലം വിവേക് ചന്ദ്രന്റെ നേതൃത്വത്തിൽ 11ഓളം കുട്ടികളാണ് തായമ്പകയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.